എൻ്റെ പൊന്ന് ഫ്രാങ്കപ്പ എന്തെങ്കിലും കഴിക്കുണ്ടാക്കിത്താ. ഏട്ടാ ഷിൻചാനെ പറഞ്ഞ പോലെ 10 മണിയായല്ലോ. അപ്പോൾ എന്തോ ഉണ്ടാക്കുക. എന്നാൽ ഒരു പണി ചെയ്യാം, മാഗി ഉണ്ടാക്കുക. അതാകുമ്പോൾ ഒരു 5 മിനിറ്റത്തെ കാര്യമുള്ളൂ. മാഗി എടുക്കുക, വെളുത്തിടുക, പണി തീർന്നു. അല്ല വെയിറ്റ് 10 മിനിറ്റ്, അതിന് മാഗിയൊക്കെ തീർന്നല്ലോ. എടാ ഷിൻചാനെ, മാഗി മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനവും തീർന്നു പോടാ ഷിൻചാനെ. നമുക്ക് ഇന്ന് വൈകുന്നേരം തന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയി 1 മാസത്തേക്കുള്ള എല്ലാം വാങ്ങിക്കണം. ആ ഫ്രാങ്കപ്പ, അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരം സൂപ്പർ മാർക്കറ്റിൽ പോവാം. ആടാ ഷിൻചാനെ, അതിനു മുമ്പ് നമ്മുടെ ബാങ്ക് ബാലൻസ് നോക്കണം, എത്ര രൂപ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടെന്ന്. അതൊക്കെ ഒരു 10,000 വല്ലതും കാണുവാടാ ഷിൻചാനെ. ഓക്കെ, അപ്പം നമുക്കെന്തായാലും നമ്മുടെ ബാങ്ക് ബാലൻസ് എന്തായാലും നോക്കാം. വേഗം നോക്കും ഫ്രാങ്കപ്പ. നോക്കടാ ഷിൻചാനെ. ഓക്കെ, നമ്മുടെ ബാങ്ക് ബാലൻസ് നമുക്ക് എന്തോടാ 2000 രൂപയാ. എടാ ഷിൻചാനെ, പണി പാളിയടാ. നമ്മുടെ കയ്യിൽ 2000 രൂപയുള്ളൂ. ഈ 2000 രൂപ കൊണ്ട് എന്ത് ചെയ്യാനാടാ ഷിൻചാനെ? ഫ്രാങ്കപ്പ കുറേ ഐസ്ക്രീം വാങ്ങിക്കാം. എന്താടാ, ഒന്നാമതേ മനുഷ്യന് കാശില്ല, അപ്പോഴവൻ ചളി അടിക്കുന്നു. എടാ ഷിൻചാനെ, അതല്ല, നമുക്കിപ്പോൾ 1 മാസത്തേക്ക് സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ എങ്ങനെ പോലും നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു 4000 രൂപയെങ്കിലും വരും 1 മാസത്തേക്കുള്ള എല്ലാം എടുക്കുമ്പോൾ. അപ്പോൾ ഈ 2000 രൂപ കൊണ്ട് നമ്മൾ എങ്ങനെ സാധനം വാങ്ങിക്കും? 2000 രൂപ കൊണ്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 2-3 ആഴ്ചത്തേക്കുള്ളതൊക്കെ വാങ്ങിക്കാൻ പറ്റൂട്ടോ ഷിൻചാനെ. പക്ഷെ എന്നാലും നമ്മൾ ഇനിയുള്ള ചിലവൊക്കെ, കറണ്ട് ബില്ല്, പിന്നെ നിൻ്റെ സ്കൂൾ ഫീസ്, ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യടാ? നമ്മുടെ വർക്കൊന്നും ഇപ്പോൾ കിട്ടുന്നില്ലല്ലോ, അതുകൊണ്ടാണ്. വർക്കൊക്കെ കിട്ടിക്കോട്ടെ, നമുക്ക് കുറേ കാശുണ്ടാക്കാം. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് ഷിൻചാനെ? നമുക്കിന്ന് വൈകുന്നേരം സൂപ്പർ മാർക്കറ്റിൽ എന്തായാലും പോവാം, എന്നിട്ട് 2000 രൂപയ്ക്ക് സാധനം വാങ്ങിക്കാം. നമുക്കെന്തായാലും ഇപ്പോൾ TV കാണാം. നിങ്ങൾക്കും ഉണ്ടാക്കാം 1 കോടി രൂപ. എന്തോടാ, 1 കോടി രൂപ ഉണ്ടാക്കാമെന്ന്? എങ്ങനെ? അതായത് ഒരു വീട്ടിൽ രാത്രി മുതൽ രാവിലെ വരെ താമസിച്ചാൽ നിങ്ങൾക്ക് 1 കോടി രൂപ സമ്മാനമായി ലഭിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി 123455 എന്ന നമ്പറിൽ സന്ദർശിക്കുക. അതിനുശേഷം കൂടുതൽ വിവരം അറിയുക. എന്തോടെ ഷിൻചാനെ, ഒരു വീട്ടിൽ രാത്രി മുതൽ രാവിലെ വരെ താമസിച്ചാൽ 1 കോടി രൂപ കിട്ടുന്ന? എടാ ഫോൺ നമ്പർ എന്തോ 123455 എന്നാ. ഓക്കെ എടാ ഷിൻചാനെ, TV ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മൾ. എടാ ഷിൻചാനെ, അതിനകത്ത് പറഞ്ഞു കേട്ടോ, ഒരു വീട്ടിൽ രാത്രി മുതൽ രാവിലെ വരെ താമസിച്ച 1 കോടി രൂപ കിട്ടുന്നു. അതിൻ്റെ ഫോൺ നമ്പറൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് വിളിച്ച് നോക്കിയാലോ ഷിൻചാനെ? ഫ്രാങ്കപ്പ വിളിച്ച് നോക്ക്. ആടാ വിളിച്ച് നോക്കാം. പക്ഷേ ഈ ഫോൺ നമ്പർ കണ്ടിട്ട് ഇതൊരു ഫേക്കാണെന്നാണ് തോന്നുന്നത്. കാരണം 123455 എന്നൊക്കെ ഇതിൽ ഫോൺ നമ്പർ ഉണ്ടാ. അതും 5 അക്കമേ ഉള്ളൂ ഈ ഫോൺ നമ്പറിന്. നമുക്കെന്തായാലും വിളിച്ച് നോക്കാം. വേഗം വിളിച്ച് നോക്ക് ഫ്രാങ്കപ്പ. ആടാ വിളിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ആ ഒരു നമ്പറിലേക്ക് വിളിച്ച് നോക്കാം. 123455. ഓക്കെ. ഹലോ, ആരാണ് വിളിക്കുന്നത്? അത് പിന്നെ ഞാൻ ഫ്രാങ്ക്ലിൻ. ഞാൻ ഒരു TVയിലൊരു ഇത് കണ്ടിട്ട് വിളിച്ചതാണ്, ഒരു പരസ്യം. ഒരു വീട്ടിൽ രാത്രി മുതൽ രാവിലെ വരെ താമസിച്ച എന്തോ 1 കോടി രൂപ കിട്ടുമെന്നൊക്കെ പറഞ്ഞു. മിസ്റ്റർ ഫ്രാങ്ക്ലിൻ, നിങ്ങളത് കേട്ടത് ശരിയാണ്. ഒരു വീട്ടിൽ രാത്രി മുതൽ രാവിലെ വരെ താമസിച്ചാൽ നിങ്ങൾക്ക് 1 കോടി രൂപ കരസ്ഥമാക്കാൻ സാധിക്കും. നിങ്ങൾക്കിതിൽ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 1 കോടി രൂപ കിട്ടുന്ന കേസല്ലേ? അല്ല, ഇത് എവിടെയാണ്, സ്ഥലം എവിടെയാണ്? അത് ഇന്ന് രാത്രി ആണ് വരുന്നത്. ലൊക്കേഷൻ ഞാൻ ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ അയച്ചു തരാം. രാത്രി 9 മണിയാകുമ്പോൾ തന്നെ നിങ്ങൾ ആ ലൊക്കേഷനിലോട്ട് എത്തിയാൽ മതി. ഓക്കെ, ശരി. അപ്പോൾ കാശും കാര്യങ്ങളൊക്കെ? അത് ഞാൻ പിറ്റേ ദിവസം രാവിലെ തന്നെ തരും, നിങ്ങൾ ആ വീട്ടിൽ താമസിച്ചതിന് ശേഷം. ഓക്കെ, അപ്പോൾ എന്നാലും ശരി, രാത്രി കാണാം. ശരി. ഓക്കെ, എൻ്റെ കൂടെ വെച്ച് കളഞ്ഞാൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടായിരുന്നു. എന്തായി ഫ്രാങ്കപ്പ? എടാ ഷിൻചാനെ, ഞാൻ പുള്ളീനെ വിളിച്ച് നോക്കിയപ്പോൾ അതൊക്കെ കൊള്ളാമെന്നാണ് തോന്നുന്നത് കേട്ടോ എടാ ഷിൻചാനെ. അപ്പോൾ ഇന്ന് രാത്രി 9 മണിക്ക് നമ്മൾ അങ്ങോട്ട് ചെല്ലണം. പുള്ളി വൈകുന്നേരം ലൊക്കേഷൻ അയച്ചു തരാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ രാത്രി പോകാൻ റെഡി ആയിക്കോടാ ഷിൻചാനെ. അപ്പോൾ ഫ്രാങ്കപ്പ, നമ്മളിന്ന് രാത്രി മുതൽ നാളെ രാവിലെ വരെ അവിടെ നിൽക്കുമല്ലേ ഫ്രാങ്കപ്പ? എന്നിട്ട് നമുക്ക് 1 കോടി രൂപ ഉണ്ടാക്കണം. ആടാ ഷിൻചാനെ. ഓക്കെ, രാത്രിയായി. 9 മണിയായിട്ടുണ്ട്. പുള്ളി ലൊക്കേഷനൊക്കെ അയച്ചു തന്നു. സ്ഥലം ഇവിടെ അടുത്ത് തന്നെ. വാടാ ഷിൻചാനെ, നീ റെഡിയായ? നമുക്ക് അങ്ങോട്ട് പോവാം ഫ്രാങ്കപ്പ. ആടെ ഷിൻചാനെ, നമുക്ക് പോകാം. പക്ഷെ ഞാൻ ആലോചിക്കുന്ന ഇതല്ല, ഒരു രാത്രി മുതൽ രാവിലെ വരെ വീട്ടിൽ താമസിച്ച
ഒരു കോടി എങ്ങനെയാടാ കിട്ടുന്നത്? ഇനി വല്ലതും പ്രേതം വല്ലതും ഉണ്ടോ ആ വീട്ടിൽ? അതൊക്കെ തോന്നലായിരിക്കും. വാടാ ഷിൻചാനെ, നീ വേഗം വന്ന് കയറ്. വേഗം വന്ന് കയറടാ ഷിൻചാനെ, നമുക്ക് ഇപ്പം തന്നെ സമയമായി. വേഗം കയറി, സമയമില്ല. എടാ ഷിൻചാനെ കയറിയാ? വണ്ടി എടുത്തോ, വണ്ടി വിട്. ഷിൻചാനെ പോലെടാ, വാ നമുക്ക് പോവാം. എന്നാലും ഇതൊക്കെ ഉള്ളതാണോ ആവോന്ന് എനിക്ക് ഇപ്പോഴും ഡൗട്ടുണ്ട്. എടാ ഷിൻചാനെ, ഞാൻ ആലോചിക്കുന്നത് അത് ആ വീട് വല്ലതും പ്രേതാലയം ആണോടാ ഷിൻചാനെ? ഒന്ന് പോ ഫ്രാങ്കിൻബേ, പ്രേതാലയമോ അങ്ങനെയൊന്നും കാണത്തില്ല ഫ്രാങ്കിൻബേ. ഫ്രാങ്കിൻബേ പറഞ്ഞ് എന്നെയും കൂടെ പേടിപ്പിക്കാതെ ഫ്രാങ്കിൻബേ. അല്ലടാ ഷിൻചാനെ, ഞാൻ ഒരു തോന്നൽ പറഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതിന് 1 കോടി രൂപയൊക്കെ തരുന്നെന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് എന്തായാലും അങ്ങോട്ട് ചെന്ന് നോക്കാം. ഈ ലൊക്കേഷൻ നോക്കി പോയിക്കൊണ്ടിരിക്കുക നമ്മൾ. സോ ഗൈസ്, നമ്മൾ ഫൈനലി ലൊക്കേഷൻ കാണിക്കുന്ന ഇവിടെയാണ്. നമ്മളങ്ങനെ ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെയൊന്നും ആരും കാണുന്നില്ലല്ലോ ഷിൻചാനെ. ഫ്രാങ്കിൻബേ, നമുക്ക് എന്തായാലും ഇറങ്ങി നോക്കാം. ആടെ ഷിൻചാനെ ഇറങ്ങി നോക്കും. എനിക്ക് തോന്നുന്നു ഈ വീട്ടിലാന്ന് തോന്നുന്നു ഷിൻചാനെ നമ്മളിന്ന് രാത്രി മുതൽ രാവിലെ വരെ താമസിക്കുന്നത്. പക്ഷെ ഇവിടെയൊന്നും ആരും കാണുന്നില്ലല്ലോ. എടാ ഷിൻചാനെ വേഗം ഇറങ്ങടാ ഷിൻചാനെ. പക്ഷെ എന്നാലും ഇവിടെ ഒന്നും ആരും കാണുന്നില്ലല്ലോ എടാ ഷിൻചാനെ. സോ നിങ്ങളാണോ മിസ്റ്റർ ഫ്രാങ്ക്ലിൻ? അതെ. ഓ നിങ്ങളാണോ നേരത്തെ ഞാൻ വിളിച്ച പുള്ളി? അതെ മിസ്റ്റർ ഫ്രാങ്ക്ലിൻ. സോ ഈ വീട്ടിലാണ് നിങ്ങൾ ഇന്ന് രാത്രി മുതൽ രാവിലെ വരെ താമസിക്കേണ്ടത്. ഓക്കെ, ഈ വീട്ടിലല്ലേ? അതെനിക്ക് തോന്നി. പക്ഷേ ഇല്ലേ, ഈ ഒരു വീട്ടിൽ താമസിച്ച് കഴിഞ്ഞ് പിന്നെ എപ്പോഴാണ് ഈ പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്? അത് നാളെ രാവിലെ ഞാൻ തരുകയായിരിക്കും. നിങ്ങൾ എന്തായാലും അകത്ത് കയറി നോക്ക് വീടൊക്കെ. വാട ഷിൻചാനെ, നമുക്ക് എന്തായാലും ഈ വീട്ടിലൊന്ന് ജസ്റ്റ് കയറി നോക്കാം. വാട ഷിൻചാനെ. ഓക്കെ, ഇവിടെ കയറുമ്പോൾ തന്നെ ബെഡ്റൂമൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഷിൻചാനെ. ഓക്കെ, എടാ വാട ഷിൻചാനെ. ഓക്കെ, ഇവിടെയൊക്കെ അടിപൊളി സെറ്റപ്പാണ്. ഓക്കെ എടാ, ഇവിടെ ഒരു ഡോറുണ്ടായിരുന്നല്ലോ ഇറങ്ങിപ്പോവാനൊക്കെ. ഇവിടെ ഇവന്മാർ മതിൽ വെച്ച് പൂട്ടിയത് തോന്നുന്നു. എടാ ഷിൻചാനെ, ഇതെന്താടാ നമ്മുടെ വീട്ടിലതെ ഇവിടെയൊക്കെ മതിൽ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എടാ ഷിൻചാനെ, എനിക്കെന്തോ ഒരു പേടി പോലെ ഉണ്ടോ ഷിൻചാനെ? ഇനി നമ്മളിവരെല്ലാം ട്രാപ്പ് ചെയ്തതാണോ? അതോ ഇനി ഇതൊരു ഗെയിമിൻ്റെ ഭാഗമാണോ? ഇനി നമുക്ക് മേളിലൊക്കെ പോയി നോക്കി ഇവിടുത്തെ ഡോറൊക്കെ ക്ലോസ്ഡ് ആണോ അല്ലയോ എന്ന്. ഓക്കെ എടാ, ഇവിടെ ഒരു ബാൽക്കണി പോലത്തെ എന്തോ സംഭവം തോന്നുന്നത്. ഇവിടെയും മതിൽ വെച്ച് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ ഇവിടെ ഷിൻചാൻ. ഇനി ഇതുപോലെ ട്രാപ്പ് വല്ലതും ആണോ? അതെനിക്ക് അപ്പോഴേ ഡൗട്ടുണ്ടായിരുന്നു. കാരണം 1 കോടി രൂപ തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെടുത്ത് ചാടുകയും ചെയ്തു. അല്ലെങ്കിൽ തന്നെ ഒരു വീട്ടിൽ താമസിച്ച ആരടാ 1 കോടി രൂപ വരുന്നത്? അല്ല, ഇനി ഇത് വല്ലതും ഗെയിമിൻ്റെ ഭാഗമായിരിക്കുമോ? നമ്മളെ വല്ലതും ടെൻഷൻ അടിപ്പിക്കാൻ വല്ലതും ആയിരിക്കും. പക്ഷെ നമ്മൾ കയറുമ്പോൾ ഇവിടെയൊന്നും ക്ലോസ് അല്ലായിരുന്നല്ലോ. ഡോണ്ട് പാനിക് ഫ്രാങ്ക്ലിൻ, എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. ആരുടെ ഇത്? അവിടെ ഇവിടെ നിന്നാണല്ലോ ഈ ഒച്ച വരുന്നത്. അതെ ഫ്രാങ്ക്ലിൻ, ഇവിടെ തന്നെ. സോ നമുക്കെന്തായാലും ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ മതിൽ വെച്ച് പൂട്ടിയൊന്നും ടെൻഷൻ അടിക്കണ്ട. ഇതൊക്കെ ഒരു ഗെയിമിങ്ങിൻ്റെ ഭാഗമാണ്. സോ 5 മണി വരെ നിങ്ങൾക്ക് കിടന്നുറങ്ങാനുള്ള സമയമുണ്ട്. രാവിലെ 5 മണി വരെ. അതിനുശേഷമാണ് നമ്മുടെ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ആ 5 മണി വരെ നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പലതും സംഭവിക്കും. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണം. അല്ലെങ്കിൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. സോ ഫ്രാങ്ക്ലിൻ പറഞ്ഞാൽ മനസ്സിലാവില്ല, നിങ്ങൾ പറയിക്കോ. പിന്നെ പറഞ്ഞല്ലോ, രാത്രി ഉറങ്ങുമ്പോൾ ഇടയ്ക്ക് പലതും സംഭവിക്കും. അതൊക്കെ മറികടക്കണം. സോ ജീവനുണ്ടെങ്കിൽ കാണാം ഫ്രാങ്ക്ലിൻ. എന്താടാ ജീവനുണ്ടെങ്കിൽ കാണാന്നാ? എടാ ഷിൻചാനെ, ആ ഒരു സ്പീക്കറിൽ കൂടെ എന്താടാ പറഞ്ഞ്? സോ ജീവനുണ്ടെങ്കിൽ കാണാന്നാ? എടാ അതുമാത്രമല്ല, ഈ ഒരു ഗെയിം 5 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 5 മണി വരെ നമുക്ക് ഉറങ്ങാൻ സമയമുണ്ടെന്ന്. എന്നിട്ട് പുള്ളി പറഞ്ഞു കേട്ടില്ല, അതിൻ്റെ ഇടയ്ക്ക് പലതും സംഭവിക്കുന്നു. അതൊക്കെ മറികടക്കണം. പുള്ളി ഉദ്ദേശിക്കുന്നത് അതൊന്നും മറികടന്നില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാമെന്ന്. ഫ്രാങ്ക്ലിൻ, നമ്മളെ പെട്ടുപോലോ ഫ്രാങ്ക്ലിൻ. എടാ ആടാ ഷിൻചാനെ, നമുക്ക് ഇന്ന് രാവിലെ ആരെയാണോ കണി കണ്ടത്. സോ നമുക്കിവിടെ രക്ഷപ്പെടാനും പറ്റത്തില്ല. കാരണം നമ്മൾ ഈ എല്ലാ ഡോറുള്ള സ്ഥലത്തും അവന്മാർ മതിൽ വെച്ച് കെട്ടിയിരിക്കുകയാണ്.
സോ ഷിൻചാനെ നമുക്കൊരു 8ൻ്റെ പണിയാടാ കിട്ടിയത്. മിക്കവാറും നമ്മൾ ചിലപ്പോൾ ഇവിടെ ചത്തുപോകാൻ ചാൻസ് ഉണ്ട് ഇവിടെ കിടന്ന്. പക്ഷെ ഈ ഫ്രാങ്ക്ലിൻ തോറ്റു കൊടുക്കത്തില്ലടാ ഷിൻചാനെ. നമ്മൾ ഇവിടെ നിന്ന് ജീവനോടെ തന്നെ പോകും. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മറികടക്കണം. അവരെ ഇന്ന് എന്തൊക്കെ ചലഞ്ചാണോ വെക്കാൻ പോകുന്നത്. സോ ഷിൻചാനെ നമുക്കെന്തായാലും ഉറങ്ങാം. അല്ലാതെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ 5 മണി വരെ ഉറക്കമൊഴിച്ചിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിനെക്കാട്ടിലും ടഫാണ്. ഓക്കെ വാടാ ഷിൻചാനെ, നമുക്ക് ഇവിടെ എല്ലാം കുറച്ച് നേരം കിടക്കാം. അപ്പോൾ ഇനി അതിൻ്റെ ഇടയിൽ വല്ലതും സംഭവിക്കുന്നതൊക്കെ ചുമ്മാ പറഞ്ഞായിരിക്കും ഇവിടെ ഷിൻചാനെ. എന്നാലും ഫ്രാങ്ക്ലിൻ ചുമ്മാ ആയിരിക്കും അല്ലേ? ആടാ ഷിൻചാനെ എന്നും പറഞ്ഞ് ആശ്വസിക്കാം. അല്ല പിന്നെ എന്ത് ചെയ്യാൻ. എന്തായാലും ഉറക്കമൊഴിച്ചിരിക്കാൻ പറ്റത്തില്ല. നല്ല ഉറക്കം വരുന്നുണ്ട്. ഉറക്കമൊഴിച്ച് ഇരുന്നാലും നമ്മൾ ഉറങ്ങിപ്പോടാ ഷിൻചാനെ. ഓക്കെ അപ്പോൾ വാടാ ഷിൻചാനെ, നമുക്കിവിടെ കിടന്ന് ഉറങ്ങാം. സമയം ഒരു 5:15 തോന്നുന്നു. ഷിൻചാനെ നീ ഇന്നലെ ഉറങ്ങിയില്ലടാ ഷിൻചാനെ? അല്ല ഫ്രാങ്ക്ലിൻ ബേ, ഞാൻ നോക്കുന്ന ആ സാധനം എന്താന്നാ. എന്താടാ ഏത് സാധനം? ഫ്രാങ്ക്ലിൻ ബേയുടെ പുറകിലെ ആ സാധനം. എന്താടാ ഈ സാധനമാ ഇത്? ഇത് സ്റ്റിക്കി ബോംബാടാ ഷിൻചാനെ. ഇത് ചിലപ്പോൾ ഇപ്പം തന്നെ ആക്ടിവേറ്റ് ആവും. ഷിൻചാനെ നീ മേളിലോട്ട് ഓടറ ഷിൻചാനെ. അത് അവന്മാർ പറഞ്ഞില്ലേ ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ രാത്രി എന്തെങ്കിലും സംഭവിക്കാമെന്ന്. പോച്ചടാ സ്വാമി. ഒരു ബോംബ് നമ്മൾ മേളിലോട്ട് ഓടിയപ്പോൾ തന്നെ ആക്ടിവേറ്റ് ആയി. നമുക്ക് കുറച്ച് പരിക്കൊക്കെ പറ്റി. അപ്പോൾ താഴെ ആയിരുന്നെങ്കിൽ നമ്മൾ ചത്തുപോകാനെ. ഇവിടെ കുറേ ചോര പോയി. പറഞ്ഞ പോലെ ഷിൻചാൻ അവിടെ പോയി. ഇനി അവനെല്ലാം പറ്റി. ഷിൻചാനെ ഞാൻ അവിടെ തെറിച്ചു പോയി. ഫ്രാങ്ക്ലിൻ ബേക്ക് വല്ലതും പറ്റിയോ? എനിക്കൊന്നും അധികം പറ്റിയില്ല ഫ്രാങ്ക്ലിൻ ബേ. ഷിൻചാനെ എൻ്റെ കുറച്ച് ചോര പോയി. നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേടാ ഷിൻചാനെ? ഫ്രാങ്ക്ലിൻ ബേ എനിക്കൊന്നും പറ്റിയില്ല. ഹലോ മിസ്റ്റർ ഫ്രാങ്ക്ലിൻ. ഷിൻചാനെ സ്പീക്കറിൽ നിന്ന് മറ്റേ പുള്ളി എന്തോ സംസാരിക്കുന്നുണ്ടോ തോന്നുന്നു വീണ്ടും. വാട്ടാ ഷിൻചാനെ നമുക്കെന്തായാലും പോയി നോക്കാം. ഫ്രാങ്ക്ലിൻ ബേ പുള്ളി എന്താണോ പറയാൻ പോകുന്നത്? ഇനി അടുത്ത ചലഞ്ച് വല്ലതും ആണോ? അതറിഞ്ഞൂടാ. വാടാ ഷിൻചാനെ നമുക്കെന്തായാലും പോയി നോക്കാം. അതെന്താ അയാൾ എന്താ പറയാൻ പോകുന്നതെന്ന്. മൈ ബോയ് ഫ്രാങ്ക്ലിൻ. സോ നിങ്ങൾ ആ സമയത്ത് എണീറ്റ് കൊണ്ടല്ലേ നിങ്ങളത് താഴെ രക്ഷപ്പെട്ടു. ഞാൻ വെച്ച് നിങ്ങൾ മരിച്ചു പോകുന്നതാണ്. ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത ചലഞ്ച് തുടങ്ങിയ സമയമായി. അതായത് ഒരു മിനിറ്റ് ഉള്ളിൽ തന്നെ, അതായത് ഈ ഞാൻ സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ ഈ വീട് മൊത്തം സ്റ്റിക്കി ബോംബ് കൊണ്ട് നിറയും. 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആ സ്റ്റിക്കി ബോംബ് എല്ലാം പൊട്ടിത്തെറിക്കും. ആ 2 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഡോറിൻ്റെ ഫ്രണ്ടിലുള്ള മതിൽ മാറ്റി ഓടി രക്ഷപ്പെടണമെങ്കിൽ ഈ വീടിൻ്റെ ഉള്ളിൽ 2 ചെടികൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ 2 ചെടികൾ കണ്ടുപിടിച്ച് ആ മതിലിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ മതിൽ അപ്രത്യക്ഷമായി പോകുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടാവുന്നതാണ്. പക്ഷേ ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ മരിച്ചു പോകും ഫ്രാങ്ക്ലിൻ. സോ പറഞ്ഞു നീക്കാൻ സമയമില്ല ഫ്രാങ്ക്ലിൻ. സോ ഈ ഒരു ചലഞ്ച് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതായത് ഈ ചലഞ്ചിന് തയ്യാറായിക്കാം ഫ്രാങ്ക്ലിൻ. യുവർ ടൈം സ്റ്റാർട്ട്. എന്താടാ ഈ സ്പീക്കറിൽ പറഞ്ഞ പോലെ വീട് മൊത്തം സ്റ്റിക്കി ബോംബായല്ലോ. പക്ഷെ ചിലവൊന്നും ക്ലിയർ ആവുന്നില്ല. ആ സ്പീക്കറിൻ്റെ തോന്നുന്നു. പക്ഷെ അതിനകത്ത് പറഞ്ഞൊക്കെ മനസ്സിലായി 2 ചെടികൾ ഈ വീടിൻ്റെ ഉള്ളിൽ. ഷിൻചാനെ ഈ വീടിൻ്റെ ഉള്ളിൽ 2 ചെടികൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. ആ 2 ചെടികൾ കണ്ടുപിടിച്ചിട്ട് 2 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഇവിടെ അതായത് വാതിലിൻ്റെ അവിടെയൊക്കെ വന്നിരിക്കുന്ന മതിലിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ മതിൽ അപ്രതീക്ഷിതമായി പോകുന്നു. അങ്ങനെ നമുക്ക് ഓടി രക്ഷപ്പെടാം. പക്ഷെ 2 മിനിറ്റ് കഴിഞ്ഞാൽ ഈ സ്റ്റിക്കി ബോംബ് എല്ലാം പൊട്ടിത്തെറിക്കും ഷിൻചാനെ. പക്ഷേ ഈ ടേബിളിലിരിക്കുന്ന ചെടിയല്ല, നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. ബാത്റൂമിൽ വല്ലതും കാണുമോ? ഷിൻചാനെ നീയും തപ്പടാ. ഗൈസ് നമ്മളിവിടെയൊക്കെ നോക്കുവാണല്ലോ. അപ്പോൾ ഗൈസ് അത് കിട്ടണമെങ്കിൽ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബും ലൈക്കും ഷെയറിങ് ചെയ്യും ഗൈസ്. ഓക്കെ അപ്പോൾ ഷിൻചാനെ നീയും താഴെയൊക്കെ തപ്പടാം. നമ്മൾ മേളിൽ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. നമുക്ക് എന്തായാലും താഴെയൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഗൈസ് ഇവിടെ നോക്കിയിട്ടൊന്നും കാണുന്നില്ലല്ലോ. ഈ കട്ടിലിൻ്റെ ഇവിടെ വല്ലതും കാണുമോ? ഇല്ല, ഇവിടെ എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയല്ലോ. ഷിൻചാനെ നീ എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയാ? ഫ്രാങ്ക്ലിൻ ബേ ഇവിടെയൊന്നും ഒന്നും കാണുന്നില്ല ഫ്രാങ്ക്ലിൻ ബേ. ഷിൻചാനെ പണി പാളിയെന്ന് തോന്നുന്നു. ഇപ്പം തന്നെ 1 മിനിറ്റും ആയി. ഇനി 1 മിനിറ്റും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോംബെല്ലാം പൊട്ടിത്തെറിക്കൂടാ ഷിൻചാനെ. നീ ഒന്നും കൂടെ നന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്ക്. ഈ മുറിയിൽ നമ്മൾ ചെക്ക് ചെയ്തില്ലെന്ന് തോന്നുന്നു. ഷിൻചാനെ നീ ഇവിടെ ചെക്ക് ചെയ്തോ? ഫ്രാങ്ക്ലിൻ ബേ ഞാൻ ഇവിടെയൊക്കെ ചെക്ക് ചെയ്തു. അവിടെയൊന്നും ഇല്ല.
എടാ ഇപ്പോൾ ഈ ചെടി എവിടെയായിരിക്കും? നമ്മൾ ഒന്നും കൂടെ മേളിൽ പോയി നോക്കാം. എടാ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ നമ്മുടെ ടൈം കഴിയാറായെന്നാ. പക്ഷേ ഇവിടെ നമ്മൾ എങ്ങനെയുള്ള ജീവനോടെ ഇറങ്ങണം. അപ്പോൾ ജീവനോടെ ഇറങ്ങാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് എല്ലാവരും, പിന്നെ ലൈക്കും ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ എടാ ഷിൻചാനെ നമ്മൾ ഇവിടെ ഒന്നും നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. ആ മേശപ്പുറത്തിരിക്കുന്ന ചെടിയാണല്ലോ തോന്നുന്നത്. അത് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. അതാണെങ്കിൽ തന്നെ അവിടെ ഒരു ചെടിയേ ഉള്ളൂ. അതിനകത്ത് പറഞ്ഞ 2 ചെടിയാണ്. ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. എടാ ഷിൻചാനെ നമുക്ക് പണിപ്പാളയും തോന്നടാ. മിക്കവാറും ഇപ്പം തന്നെ ഈ ബോംബെല്ലാം പൊട്ടിത്തെറിക്കും. കാരണം സമയം ആവാറായെന്നാണ് തോന്നുന്നത്. നമ്മളാണെങ്കിൽ ഇവിടെ മൊത്തം നോക്കി. എടാ ഷിൻചാനെ നീ ഇവിടെ എല്ലാം ശരിക്കും നോക്കിയായിരുന്നോ? ഇവിടെ എല്ലാം നോക്കി. എടാ ഷിൻചാനെ ഞാനും ഇവിടെ എല്ലാം നോക്കി, പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. വെയിറ്റ് ചെയ്യും മിനിറ്റ്. എടാ ഷിൻചാനെ ഇവിടെ ഒരു വിടവുണ്ടായിരുന്നു. എടാ ഇവിടെ 2 ചെടി ഇരിപ്പുണ്ടാ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇത് എടുക്കാം. ഇവിടെ ആയിരുന്നല്ലേ ഇത്, പക്ഷെ ഇവിടെ ഗ്യാപ്പുള്ള കാര്യം നമ്മൾ അറിഞ്ഞില്ല. ഓക്കെ എടാ ഷിൻചാനെ ഞാൻ ഈ ചെടി എടുത്ത്. ഇനി നമുക്ക് അവിടെ കൊണ്ട് വെക്കാടാ ഷിൻചാനെ. വേഗം ഇപ്പം തന്നെ ടൈം കഴിയും. ആടാ ഷിൻചാനെ നമുക്കെന്തായാലും ഇവിടെ ഈ ചെടി കൊണ്ട് വെക്കാം. അപ്പോൾ ഇത് തുറന്നു വരുമെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ ആ ഒരു ചെടി കണ്ടുപിടിച്ച് ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ എന്താടാ തുറന്നു വരാത്തത്? എടാ ഷിൻചാനെ ഓക്കെ ഇത് തുറന്നു പോയിട്ടുണ്ട്. എടാ ഷിൻചാനെ വേഗം ഇറങ്ങി ഓർഡർ. അത് മിക്കവാറും ഇപ്പം തന്നെ പൊട്ടിത്തെറിക്കും നമ്മുടെ വീട്. ഓക്കെ പറഞ്ഞ പോലെ സമയം എത്രയാടാ ഷിൻചാനെ? സമയം 5:30 ആയല്ലോ. ഓക്കെ 5:30. എടാ ഷിൻചാനെ ഇതാ നിൻ്റെ പുറകെ ആ വീട് കൊണ്ടാണോ പൊട്ടിത്തെറിച്ച്? ഇഞ്ചോടിഞ്ച് സമയമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് കിടന്ന് പൊട്ടിത്തെറിച്ച് ചത്താനെ. പറഞ്ഞ പോലെ ഇന്നലെ നമുക്ക് ലൊക്കേഷൻ തന്ന അവനെവിടെ പോയി? അവനെ കണ്ട 2 എണ്ണം പൊട്ടിക്കണം. കാരണം ഇങ്ങനത്തെ ചലഞ്ചാണ് വെച്ചത്. അവൻ പറഞ്ഞത് രാവിലെ ആകുമ്പോൾ കാശ് തരാമെന്നല്ലേ. പക്ഷെ അവനെയൊന്നും കാണുന്നില്ലല്ലോ. ഇപ്പോൾ രാവിലെ ആയല്ലോ. എടാ ഇവൻ എവിടെ പോവാ? ഇനി പറ്റിച്ചത് വല്ലതും ആണോ? ഹലോ ഫ്രാങ്ക്ലിൻ, നിങ്ങൾ സക്സസ്ഫുള്ളി ഇത് കംപ്ലീറ്റ് ചെയ്തു. ഡാ ഓക്കെ, അപ്പം ഇവൻ ഇവിടെ നിന്ന് പോയിട്ടില്ല അല്ലേടോ? ചലഞ്ച് വെക്കുമ്പോൾ ഇങ്ങനത്തെ ചലഞ്ചാണോടാ വെക്കുന്നത്? പിന്നെ ഒരു കൂടി എന്താണ് ചുമ്മാ വരുമോ? അതൊക്കെ ആദ്യം പറയണ്ട്. ചലഞ്ച് വെക്കും. ഇനി മേലെ നീ ഇങ്ങനത്തെ എങ്ങാനും ചലഞ്ച് വെച്ചാ ഇന്നാ പിടിച്ചോ. ഓക്കെ അവൻ നമ്മൾ ഇടിച്ചിട്ടിട്ടുണ്ട്. അവൻ ചത്തിട്ടുണ്ടോ? ഇല്ല, അവൻ്റെ ബോധം പോയിട്ടേ ഉള്ളൂ. അവന് ബോധം വരട്ടെ. നോ നിങ്ങളെ എന്നെ അടിച്ചോന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പറഞ്ഞ പോലെ ആ കാശ് വിടാം. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് അതിനെ ഇറങ്ങിയില്ലേ അതേന്ന്. ആ 1 കോടി രൂപ എവിടെയാണോ? നിങ്ങൾ അടിച്ചത് കൊണ്ട് തരാതിരിക്കേണ്ടതാണ്. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ആ കാശ് വരും. എന്താടാ വന്നില്ലെങ്കിൽ വാടാ ഷിൻചാനെ നമുക്കെന്തായാലും വീട്ടിൽ പോയി. പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ആ കാശ് വരും നാടാ ഷിൻചാനെ പറയുന്നത്. ഓക്കെ അപ്പോൾ നമുക്കെന്തായാലും വണ്ടിയിൽ കയറാം. ഓക്കെ സമയം 6 മണി എന്താ ആയെന്ന് തോന്നുന്നു. ഇപ്പോൾ ചെറുതായിട്ട് നേരമൊക്കെ വെളുത്തിട്ടുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ അക്കൗണ്ടിൽ കാശ് വല്ലതും വന്നില്ലെങ്കിൽ അവൻ എൻ്റെ സ്വഭാവം അറിയും. പിന്നെ നമ്മളെ ഇട്ട് അത്രയും കഷ്ടപ്പെടുത്തിയിട്ട് എങ്ങനെയോ നമ്മൾ രക്ഷപ്പെട്ട്. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ കിട്ട് ചത്താനാണ് ഷിൻചാനെ. അതൊക്കെ ദൈവാധീനം അല്ല, അവനെന്ത് പറയാൻ. ഓക്കെ നമുക്കെന്തായാലും വീട്ടിലോട്ട് പോകാൻ ഷിൻചാനെ. പിന്നെ നമ്മുടെ വീട് ഇവിടെ കുറച്ച് ദൂരമേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നമ്മൾ എത്തും. വീട്ടിൽ പോയിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം. ഇന്നലെ രാത്രി നേരാജാവൊന്നും ഉറങ്ങിയിട്ടില്ല. മനസ്സ് മൊത്തം ടെൻഷനായിരുന്നു. എപ്പോൾ എന്ത് സംഭവിക്കുന്നതായിരുന്നു. എന്തായാലും നമ്മൾ കറക്റ്റ് സമയത്ത് എണീറ്റപ്പോഴായിരുന്നു അവിടെ നമ്മൾ ആ സ്റ്റിക്കി ബോംബ് കണ്ടത്. അതുകൊണ്ട് രക്ഷപ്പെട്ട്. ഓക്കെ അപ്പോൾ നമുക്കെന്തായാലും വീട്ടിലോട്ട് പോവാം. എനിക്ക് വീട്ടിലോട്ട് പോയിട്ടൊന്നും വേണം കിടന്ന് ഉറങ്ങാൻ. ഇന്നലെ ഞാനും നേരെ ചൊവ്വ ഉറങ്ങിയിട്ടില്ല. ആടാ ഷിൻചാനെ നമ്മളെന്തായാലും വീട്ടിലെത്തി. ഓക്കെ അപ്പോൾ ഇറങ്ങടാ ഷിൻചാനെ. ഓക്കെ അപ്പോൾ നമ്മളെന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാ ഒരു ചലഞ്ച് നമുക്ക് കഴിഞ്ഞ്. ഫ്രാങ്കിൻ ബൈയുടെ അക്കൗണ്ടിൽ കാശ് വന്നോ നോക്ക് ഫ്രാങ്കിൻ ബൈ. ആടാ ഷിൻചാനെ നോക്കാം. അപ്പോൾ കാശ് വന്നോന്ന്. ഓക്കേടാ ഷിൻചാനെ കാശ് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും കൗണ്ട് ചെയ്ത് നോക്കാം. 1s 10s 100 1000 10,000 lakh 10 lakh ക്രോറ്. എടാ ഷിൻചാനെ നമുക്ക് ആ കാശ് വന്നടാ. അപ്പോൾ നമ്മൾ 2000 രൂപയായിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് 1 കോടി രൂപ കിട്ടിയടാ ഷിൻചാനെ. പക്ഷേ ഈ കാശ് നമ്മൾ അനാവശ്യമായിട്ട് ചിലവാക്കാൻ പാടില്ല. ഇത് ആവശ്യത്തിന് മാത്രം എടുക്കുക. ഓക്കെ ഫ്രാങ്കിൻ ബൈ. അപ്പോൾ ഇത്രയോടെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.